പഞ്ച് മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് പ്രമുഖ സിനിമാ താരവും അമേച്ചർ നാടകത്തിലെ പ്രധാന അഭിനേത്രിയുമായ ശ്രീമതി റീന ഇന്ദ്രാണിയാണ്. റീന, നമസ്കാരം. നമസ്കാരം. റീന അറിയപ്പെടുന്ന ഒരു അമേച്ചർ നാടക നടിയായിരുന്നല്ലോ. അതിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. ആ അമേച്ചർ നാടക കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ? ഞാൻ 92 മുതൽ തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന സമയത്താണ് എൻ്റെ അമ്മാവൻ എസ് അജയൻ എന്ന് പറയും, നാടകക്കാരനാണ്. അഭിനയ എന്ന് പറഞ്ഞിട്ടൊരു സംഘത്തിൻ്റെ സ്ഥാപകനായിരുന്നു. എസ് അജയനും ഡി രഘുത്തമ്മനും, ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഗുരുക്കന്മാർ. അപ്പം ഞാൻ ഈ ചെറുതിലേക്ക് അങ്ങനെ നാടകങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കമേഴ്ഷ്യൽ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ. അതാണ് നാടകം എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് നാടകം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പ്രായത്തിൽ കാണാനും ആ ഒരു മോഡുലേഷനൊക്കെ ഭയങ്കര കൗതുകത്തോടു കൂടി എപ്പോഴും ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കരകുളം ചന്ദ്രനൊക്കെ എൻ്റെ ഒരു ആരാധന കഥാപാത്രങ്ങളായിരുന്നു. അവിടെ ചെന്നിട്ട് വായ തുറന്നു വെച്ചിട്ട് എന്റെ അപ്പൂപ്പൻ ഇതിന്റെ ഒരാളായിരുന്നു, എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര ബഹളമാണ്, ഇത് കാണാൻ പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്ത് സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഡാൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഡാൻസ് ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷെ ഞാൻ എല്ലാത്തിനും ചേരും, ചാടി കയറി ചേരും. 2ാം ക്ലാസ്സിൽ വെച്ച് പ്രസംഗത്തിനൊക്കെ ചേർന്നിട്ട് സ്റ്റേജിൽ ചെന്നിട്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അതുവരെ ഒരു ടെൻഷനും ഇല്ല, എല്ലാം ട്രൈ ചെയ്യും. പക്ഷേ എല്ലാം നാടകം തന്നെ. എനിക്ക് തോന്നുന്നു 8ലോ 9ലോ ഒക്കെ വെച്ചിട്ട് നാടകത്തിന് ചേരും, എല്ലാം കൊണ്ട് കൊടുക്കും. സമയമാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ മുങ്ങേ ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ മാമൻ ഇങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, എനിക്ക് എവിടെയൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടെന്നുള്ള കാര്യം. അപ്പം വേറെ ആരും, എനിക്ക് ഒരു ചേച്ചിയുണ്ട്, അവൾക്കൊന്നും ഇതിന് ഒരു താല്പര്യമില്ല. വേറെ വീട്ടിൽ മാമനല്ലാതെ വേറെ അപ്പൂപ്പൻ ഇതിൻ്റെയൊക്കെ ഒരു ഇതാണ്. നമുക്ക് എല്ലാ വിധത്തിലുള്ള ഇതും ചെയ്തു തരുന്ന ഒരാളാണ്, സപ്പോർട്ടും ചെയ്തു തരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ അഭിനയയിലോട്ട് എത്തുന്നത്. ഇങ്ങനെ മാമൻ ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പം മാമൻ്റെ തന്നെ അജയൻ്റെ തന്നെ ഒരു പൈങ്കിളി നാടകം എന്ന് പറഞ്ഞിട്ടൊരു നാടകം 92 അക്കാദമിക്ക് വേണ്ടിയിട്ട് രചനയും സംവിധാനവും എസ് അജയനായിരുന്നു. മികച്ച നാടകത്തിനോ കിട്ടിയിട്ടുണ്ട്. മികച്ച നടനുള്ള 2ാമത്തെ രഘുത്തമ്മന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവതരണത്തിന് അഭിനയക്ക് കിട്ടിയിട്ടുണ്ട്. രചനയ്ക്ക് അജയന് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സംവിധാന സംരംഭമാണ് അല്ലേ? അല്ല, അതിനു മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് വലിയൊരു പ്ലേ എനിക്ക് തോന്നുന്നു ഇതാണ്. ആണ്. അപ്പം അവിടെ അഭിനയിൽ എത്തിയപ്പോഴാണ് ഇതാണ് നാടകം എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്ന് നിന്ന് പറയേണ്ട ഒരു സാധനമല്ല, കുറച്ച് പണിയുള്ളതാണ് എന്നുള്ള കാര്യം, ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നതും. അതിന് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇത് നമുക്കൊരു ഡിസിപ്ലിൻ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ തുടക്കത്തിൽ എനിക്ക് മനസ്സിലായി. സമയം, കാര്യങ്ങൾ എല്ലാം, റിഹേഴ്സലിൻ്റെ പർപ്പസ് ഒക്കെ മനസ്സിലാവുന്നത് അഭിനയിൽ വന്നിട്ടാണ്. അപ്പോഴും ഞാനങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊന്നും നാടകം കണ്ടിട്ടുള്ള ആളൊന്നും അല്ല. ഞാൻ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നവരും. അപ്പോഴും ഇഷ്ടമാണ് ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടകം. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അഭിനയിലുള്ള ആ നാടകത്തിൽ തന്നെ എനിക്കൊരു നല്ല കഥാപാത്രം കിട്ടുകയും അവരങ്ങ് എന്നെ അങ്ങ് ലൂസാക്കി അങ്ങ് വിട്ടു. ഇങ്ങനെ പിടിച്ചൊന്നും വെച്ചില്ല. എനിക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാനും അങ്ങനെ ഒരിക്കലും. എൻ്റെ മാമനാണ് അജയൻ, എസ് അജയൻ എന്ന് ഞാൻ പറഞ്ഞില്ല. ആൾ ചെയ്യുന്ന ഒരു 3-4 നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൾ എന്നെ ഡയറക്റ്റ് ചെയ്യില്ല, എൻ്റെ പോർഷൻ മാത്രം ആർക്കെങ്കിലും, ഞാനുമായിട്ട് അവിടെ അടുത്ത് ബന്ധമുള്ള ആർക്കെങ്കിലും അങ്ങ്, ഇപ്പം രാജേഷ് ചന്ദ്രനോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നെ നമ്മൾ തമ്മിൽ കൊണ്ടുവന്നെങ്കിലും നമ്മൾ തമ്മിൽ സംസാരമൊക്കെ വളരെ കുറവാണ്. എൻ്റെ അടുത്ത് മിണ്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു. എനിക്ക് അജയ് മാമനെയും കാട്ടി കൂടുതൽ അടുപ്പ രഘുത്തമാമനുമായിട്ടാണ് ഇപ്പോഴും.
ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് എന്തെനിക്കൊരു വിഷയം വന്നാലും ഒരു കാര്യം വന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ആള് രഘുത്തമനാണ്. മറ്റേ ആളും അങ്ങനെ രണ്ട് ഇതാണ്. കാവാലത്തിന്റെ ഒരു നാടകത്തില് റീന അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലെ, മുയൽ പെണ്ണായിട്ട് ഷാജഹാനൊക്കെ അഭിനയിച്ചില്ലേ, മരിച്ച ഷാജഹാൻ അഭിനയിച്ചിരുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം. അമ്പമ്പട രാവണ എനിക്ക് തോന്നുന്നു ഞാൻ പൈങ്കിളി നാടകം കഴിഞ്ഞിട്ട് അത് രഘുത്തമനും അജയനും കൂടി ഒരുമിച്ചെന്ന് പറഞ്ഞ രഘുത്തമൻ ആളാണ് അമ്പമ്മയുടെ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി വെച്ചത്. അപ്പം ആ സമയത്താണ് ഫ്രാൻസിൽ പോയതും ബാക്കി കാര്യങ്ങൾ. അങ്ങനെയാണ് അജയ് മാമൻ അത് ഏറ്റെടുത്തത്. അപ്പം ഞാൻ പൈങ്കിളി നാടകം കഴിഞ്ഞിട്ട്, പൈങ്കിളി നാടകമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്, കഴിഞ്ഞിട്ട് ചെയ്ത നാടകമാണ് അമ്പമ്പട രാവണ. കഥാപാത്രത്തിന്റെ പേര് മുയൽ പെണ്ണ്. അതെന്തായിരുന്നു ആ ക്യാരക്ടർ? മുയൽ പെണ്ണ് അതിലെ രാവണൻ രാവണൻ എന്ന് പറഞ്ഞ ആളൊരു കൊല്ലനല്ലേ? കൊല്ലന, ഈ കൊല്ലന്റെ മകളായിട്ടാണ്. അതിലും അത് കവല സാറിന്റെ ഒരു രീതിയിലാണ് അത് ചെയ്തത് തന്നെ, ക്ലാസിക്കൽ. എനിക്ക് സത്യം പറഞ്ഞ പാട്ട് പറഞ്ഞുകൂടാ, ഡാൻസ് പറഞ്ഞുകൂടാ. സാറിന് ഭയങ്കര താളത്തിന്റെ ആളാണ്. സാറ് വന്ന് നോക്കിയപ്പോൾ നാടകത്തിന്റെ ഡിസൈൻ വന്നു. അപ്പൊ സാറ് വന്നിട്ട് മുയൽ പെണ്ണിന്റെ സാറ് ഉദ്ദേശിച്ച സാറ് ഭയങ്കര താളത്തിന്റെ ഒരു അംശമാണ്. അപ്പൊ മുയൽ പെണ്ണ് നടക്കണതും സംസാരിക്കണമൊന്നും താളനിബദ്ധമല്ല. അല്ല മുയൽ സാർ. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഭയങ്കര, സാറ് മരിക്കുന്നത് വരെ എന്നെ എവിടെ വെച്ച് കണ്ടാലും സാറ് എൻ്റെ പേര് വിളിക്കില്ലായിരുന്നു, മുയൽ പെണ്ണ് എന്നാണ് വിളിക്കുന്നത്. അത് മരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു 1-2 മാസത്തിന് മുന്നേ ഞാൻ സാറിനെ കണ്ടപ്പോഴും മുയൽ പെണ്ണ് എവിടെ വെച്ച് കാണുമ്പോഴത്തേക്കും മുയൽ പെണ്ണെന്നാണ് സാറ് വിളിച്ചിരുന്നത്. അപ്പോൾ സാറ് റിഹേഴ്സലിന് വന്ന സമയത്ത് മുയൽ പെണ്ണിന് താളമില്ല, മുയൽ പെണ്ണ് നോർമലാണ്. സാറ് ചോദിച്ചു ഇതെല്ലാം കണ്ടിട്ട് റൺ ത്രൂ കാണാനാണ് സാറ് വന്നത്. എന്ത് പറ്റി, മുയൽ പെണ്ണ് മാത്രം താളമില്ല. അപ്പൊ മുയൽ പെണ്ണ് കഥാപാത്രങ്ങളെല്ലാം താളനിബദ്ധമാണല്ലേ. അപ്പൊ എനിക്ക് താളമില്ലാത്തതുകൊണ്ട് എന്റെ ക്യാരക്ടർ മാത്രം മാറ്റി. പക്ഷെ രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. എങ്ങനെയോ സംവിധായകര് പറയുന്നതനുസരിച്ച് നമ്മൾ പെരുമാറുന്ന മാത്രമല്ലേ. പിന്നെ ഞാൻ അവരെ കൂടെ എൻ്റെ ഒരു വീട് പോലെ എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ വീട് അങ്ങനെ വീട്ടിനെയും കാട്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അഭിനയിലാണ്. എനിക്കങ്ങനെ വിലക്കുകളൊന്നുമില്ലായിരുന്നു. മാമനൊക്കെ ഉള്ളത് കാരണം എനിക്കങ്ങനെ ഒരു അഭിനയത്തിൽ അങ്ങനെ ഒരു ഇതില്ല. എപ്പോൾ വേണമെങ്കിലും വരാൻ പോവാം, നാടകം ചെയ്യാം എന്നൊക്കെ ഇത്. ബാക്കി സമയങ്ങളിൽ വരുന്ന നടിമാരൊക്കെ അവർക്കൊക്കെ ഇങ്ങനെ സമയം പ്രശ്നമാണ്, നമ്മൾ കൊണ്ടാക്കണം, ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അത്രയും ഇതായിട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും സ്വാതന്ത്ര്യം ആ ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ രാമാനുജ സാറിന്റെ ആദ്യം ഞാൻ ചെയ്തത് ഈ പൈങ്കിളി നാടകത്തിനും മുയൽപ്പെണ്ണിനും ഇടയ്ക്ക് ഒരു ക്യാമ്പ് അഭിനയം നടത്തിയിരുന്നു രാമാനുജ. 92 അവസാനമാണെന്ന് തോന്നുന്നു. ഒരു സാറിന്റെ ഒരു വലിയൊരു വർക്ക്ഷോപ്പ് നടത്തി. ഒരു മാസമല്ല, അത് എനിക്ക് തോന്നുന്നു 10-15 ദിവസത്തോളം ഉണ്ടായിരുന്നു. കൈലാസ് സാറൊക്കെ പുറത്തുനിന്ന്, കാവാല സാറ്, കലാധര മാഷൊക്കെ പുറത്തുനിന്ന് ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. ഞാൻ മാത്രം പൊട്ടി, അതിനകത്തൊന്നും എനിക്ക് ഞാനിങ്ങനെ ഉച്ചയാകുമ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാതുകൾ പോയിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഇംപ്രവൈസേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം കുഞ്ഞു കുഞ്ഞു സ്കിറ്റുകളൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്യും. മറ്റേതൊന്നും എനിക്ക് തലേ കയറേയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം, ഓരോ ദിവസവും എനിക്ക് അടുത്ത ദിവസം ഇത് ചെയ്യണം എന്നുള്ള ഇംപ്രവൈസേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, ചെറിയ ചെറിയ സ്കിറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കൊക്കെ. പിന്നെ സാറിൻ്റെ തന്നെ അതിൽ അവസാനം ഈ ഇത് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് അവസാനം ഒരു ക്യാമ്പ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, കടലിൽ പോകുന്നവർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ചെയ്തു. നോറ എന്ന് പറഞ്ഞൊരു കഥാപാത്രം നോറ ചെയ്ത്. നാടകത്തിലെ ഒരു നോറ അതിൽ ഒന്ന് മരിയാനല്ലോ, ഒരു ക്യാരക്ടർ ഇത് ശൈലജ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് അമ്പബട കഴിഞ്ഞിട്ട് വീണ്ടും സാറ് അഭിനയിൽ വന്നു. അന്തായുഗം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ അന്തായുഗത്തിൽ അതും ഒരു ക്യാമ്പ് പ്രൊഡക്ഷൻ ആയിരുന്നു.
ഭയങ്കര രസമായിരുന്നു ആ ക്യാമ്പും. എനിക്ക് കൂടുതലും സത്യം പറഞ്ഞ കുറേ ആമ്പിള്ളാരും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അല്ലല്ല ഗാന്ധാരിയായിട്ട് സുധി ചേച്ചിയാണ്. അപ്പൊ ഞാനതിലൊരു തോഴി അങ്ങനെ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അതിൽ. മറ്റതിലൊക്കെ മെയിനാണ് ചെയ്തത് ഇതിൽ. പക്ഷെ എനിക്കിഷ്ടമാണ് ഗാന്ധാരി എന്ന ഒരു വിളിയുണ്ട് അതിൽ. ഞാൻ അതൊക്കെ അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. അങ്ങനെ ഭയങ്കര ആ ക്യാമ്പ് ഭയങ്കരമായിട്ട് ഓരോ ക്യാമ്പുകളും എനിക്ക് അഭിനയം ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജേഷ് ചന്ദ്രൻ 2-3 കുട്ടികളുടെ നാടകങ്ങൾ ചെയ്തു. അതിലൊക്കെ ഞാൻ വീണപൂവിൻ്റെ ആത്മാലാപനം, കലികളി, അങ്ങനെ പിന്നെ വേറൊരു പ്ലേ ഇതും നാടകവും എന്ന് പറഞ്ഞിട്ട് അക്കാദമിക്ക് വേണ്ടിയിട്ട് അതിലൊക്കെ ഞാനാണ് അവിടുത്തെ പരീക്ഷണ വസ്തു അഭിനയില്. പ്രത്യേകിച്ച് അമച്ചർ നാടകവേദിയിൽ പെൺകുട്ടികളെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഞാൻ അവൈലബിൾ ആണല്ലോ, പിന്നെ പൈസയും കൊടുക്കണ്ടോ. മനസ്സിലായി. അന്നൊക്കെ ഞാൻ വരുന്നത് ഞാൻ എവിടെയോ പഠിക്കാൻ പോകും പോലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പൈസ കിട്ടൂല നാടകത്തിൽ അഭിനയിച്ചാൽ. പ്രത്യേകിച്ച് അഭിനയമാകുമ്പോൾ എനിക്ക് എന്താ 100-150 രൂപയാണ് ആദ്യം ഒരു നാടകം ചെയ്ത സമയത്ത് തന്നത്. ഒരു പരിഗണനയൊന്നുമില്ല, അങ്ങനെ പൈസയുടെ കാര്യത്തിൽ പരിഗണന ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഓരോ നാടകത്തിന് പിടിച്ചിടുന്നത്. ഞാൻ ഈ 50 പൈസക്ക് നമ്മൾ അന്ന് ഈ പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ എൻ്റെ ഒന്നുമില്ല, ID കാർഡ് ഒന്നുമില്ല. 50 പൈസ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് അഭിനയില്. അല്ല, നിങ്ങൾ അതിന്റെ അടുത്ത് പലപ്പോഴും ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത്, വീട് അന്ന് തിരുവല്ലത്തായിരുന്നു. തിരുവല്ലത്ത് നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വരും. അവിടെ അല്ല, അരിഞ്ചേന്റെ വീടിന്റെ അടുത്തല്ല, അവിടെ ആയിരുന്നു അഭിനയം. ഞാൻ താമസിച്ചിരുന്ന മണക്കാടും തിരുവല്ലവുമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിന് തന്നെ ഫയർ ആൻഡ് റെയിൻ, ഗിരീഷ് കർണാടിന്റെ രാമാനുജ സാർ വന്നു. നിത്തില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നെ രഘുത്തമാമൻ ചെയ്ത മൊളിയറിന്റെ താർട്യൂഫില് മരിയാൻ, അതിലാണ് താർട്യൂഫ് ആണ്. അത് ഷിജിനാഥൊക്കെ ആയിരുന്നു. ഷിജിനാഥായിരുന്നു താർട്യൂഫ്. ശ്രീകാന്ത് ഉണ്ടായിരുന്നു അതില്. മരിയാൻ മോളായിട്ടാണ് താർട്യൂഫിൻ്റെ അല്ല, അത് മരിയാനെന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അഭിനയം. പിന്നെ അത് കഴിഞ്ഞ് നിരീക്ഷ എന്ന് പറഞ്ഞ ആദ്യം ശ്രീലതയൊക്കെ ചേർന്നിട്ട് അഭിനേത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീ നാടകവേദി. അപ്പോൾ അവരുടെ ഒരു ക്യാമ്പിലും ഞാൻ പങ്കെടുത്തു ഒരു 10 ദിവസത്തെ. അതൊന്ന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന്. പിന്നെ അഭിനയിൽ നിന്ന സമയത്ത് തന്നെ NSD ഗൗതം മജുംദാർ, ഗൗതം മജുംദാറിന്റെ അത് ഞാൻ പേര് വിട്ടുപോയി. അതെനിക്ക് 95 ആ സമയങ്ങളിൽ 95 2 പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു. അതിലും ഞാനുണ്ടായിരുന്നു. അതിൽ സൂചിച്ച 2 സ്ത്രീകളായിരുന്നു. ആ ക്യാമ്പ് കൊണ്ട് എനിക്കൊരു പ്രത്യേകത, ഭയങ്കര എൻ്റെ ജീവിതത്തിലൊരു മാറ്റം സംഭവിച്ചത്. കാരണം മൈമല്ലേ, ഇത്രയും ആൾക്കാരുടെ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ഞാനും സൂചിച്ചേച്ചി. പക്ഷെ എനിക്ക് ആൺ പെൺ ഭേദം എന്നുള്ള ഒരു സാധനം അതിന് ശേഷം ഇല്ല തിയേറ്ററിൽ നിൽക്കുമ്പോഴത്തേക്കും. കാരണം അത്രയ്ക്ക് എല്ലാവരും ഭയങ്കര ഇഴുകി ചേർന്ന് അഭിനയിച്ച ഒരു പ്ലേ ആയിരുന്നു അത്. 2 ഇത് ചെയ്തായിരുന്നു, പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു മൈമിൻ്റെ. പക്ഷേ രസമുള്ള ഒരു ഇതായിരുന്നു, വർക്ക്ഷോപ്പായിരുന്നു അത്. കാരണം ഒട്ടും അങ്ങനെ ഒരു ചിന്തയോ ബോധമോ ഒന്നുമില്ല. അതിനുശേഷം ഇപ്പം എനിക്ക് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു വ്യസന സമയത്തിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും എങ്ങനെ എനിക്കതിലൊന്നും ഒരു നാണക്കേടോ ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തിന് തിയേറ്റർ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറെ എനിക്ക് ദേവശിലകളിൽ ഞാൻ ചെയ്തായിരുന്നു. ലത ചേച്ചിയാണ് അതിൽ മെയിൻ ചെയ്തത്. അക്കാദമിക്ക് വേണ്ടി ഞാനൊരു 3-4 പ്ലേ ആ സമയങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. അക്കാദമി നടത്തിയ മറ്റേ കുളിമുറി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തു. ആ സമയത്താണ് ജാനസൊക്കെ സുർജിത്തിന്റെ ഒക്കെ ജാനസൊക്കെ ചെയ്ത ഒരു നല്ലൊരു വർക്ക്ഷോപ്പായിരുന്നു അത്. കുറെ ക്യാമ്പുകളിൽ അങ്ങനെ പങ്കെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ക്യാമ്പുകളാണ് റീന എന്നുള്ള അഭിനേത്രിയെ വളർത്തിയെടുത്തതെന്ന്. സത്യം പറഞ്ഞാൽ അന്നൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ വെറും ഒട്ടിയായിരുന്നു. ചെന്നിരുന്നിട്ട് എനിക്ക് നാടകം ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അത് ഭയങ്കര ഇതാണ്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ആധികാരികമായിട്ടൊന്നും പഠിക്കാനൊന്നും ശ്രമിക്കുന്നതും എനിക്ക് ഭയങ്കര ഇതാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ ആയി, മോനൊക്കെ ആയ സമയത്ത് ഞാനങ്ങനെ വേറെ ഒന്നും ചെയ്തില്ല, കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇടയ്ക്ക് സക്കാറ മൈൻഡർ ചെയ്തു. ഇത് വിജയ് ടെണ്ടുൽക്കറിന്റെ ദീപനല്ലേ ചെയ്തത്? അല്ലല്ല, ജ്യോതിഷ. അതില് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. ഭഗവത ജൂഗം കഴിഞ്ഞിട്ടാണ് സിദ്ധാർത്ഥയിലും ഞാനുണ്ടായിരുന്നു അഭിനയില്. സിദ്ധാർത്ഥയില് ശൈലജ പി അമ്പു ഇല്ലാത്ത ഗ്യാപ്പിൽ ഞാൻ ജ്യോതിഷ് കനിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സക്കാറ മൈൻഡർ. സക്കാറ മൈൻഡറിൽ ലക്ഷ്മി ചെയ്തു. എനിക്ക് തോന്നുന്നു എന്നെ കൂടുതലും എനിക്ക് ഏറ്റവും മാനസികമായിട്ടും ഇഷ്ടപ്പെട്ട ഒരു ഇത് സക്കാറ മൈൻഡറാണ്. ഞാൻ ചെയ്ത നാടകങ്ങളിൽ ലക്ഷ്മി എന്നുള്ള. ജ്യോതിഷ് വേറെ ഓരോ ഡയറക്ടേഴ്സും ഓരോ തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പം ഓരോരുത്തരുടെ കൂടെയും നമ്മൾ ചെയ്യുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. രാമാനുജ സാറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ വേറെ തരത്തിൽ സാറ് അത് വേറൊരു തരം ഇതാണ്. എനിക്കിഷ്ടമാണ് സാറിൻ്റെ കൂടെ എപ്പോഴും. സാറ് ഞാനൊന്നും വലിയ പ്രായമില്ലല്ലോ, ആ ഒരു ഇതിലേ സാറ് പരിവക്കടിച്ചും ഒക്കെ. പിന്നെ അജയൻ്റെ കൂത്തമ്മൻ ഓരോരുത്തരുടെ. പക്ഷെ ജ്യോതിഷ് വേറൊരു രീതിയിലാണ് നമ്മളെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇമോഷണൽ മെമ്മറി എടുത്തിട്ടിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഇതാണ്. ഗോപാലൻ. സക്കാറ മൈൻഡർ ഒരു സമ്മർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അഭിനയിൽ തന്നെ ഒരു ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നു കേരളത്തിനകത്ത്. 2-3 പ്രാവശ്യം അത് ചെയ്തു സമ്മർ ഫെസ്റ്റിവൽ. അതിൽ കേരളത്തിനകത്ത് എല്ലായിടത്തും ഈ സക്കാറ മൈൻഡർ ചെയ്തായിരുന്നു. ആ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റിയായിരുന്നു. ഈ നാടകത്തിൽ നിന്ന് പിന്നെ എപ്പോഴാണ് നമ്മൾ സിനിമയിലോട്ട് എത്തിപ്പെടുന്നത്? സിനിമ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടേ ഇല്ല ഞാനൊരു സിനിമ നടിയാവുമെന്ന്. എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരാളായിരുന്നു. നാടകം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് ഞാൻ ക്രൈമൊക്കെ ചെയ്തു. നാടകം അലക്സ് വള്ളിക്കുന്നം CJയുടെ ക്രൈം ചെയ്തു. ക്രൈമിൽ ചക്കി ചെയ്തു. ആ സമയത്താണ് ക്യാമറയ്ക്ക് മുന്നിൽ കണ്ണൻ സാറ് ആ നാടകം കണ്ടിട്ട്, നമ്മുടെ ദൂരദർശനിലെ പ്രൊഡ്യൂസറില്ലേ കണ്ണൻ സാറ് വിളിച്ചു. അവർ മകളെന്ന് പറഞ്ഞ് രാജലക്ഷ്മി ടീച്ചറിൻ്റെ മകൾ ചെയ്യുന്നു. അപ്പം അതിൽ ഷോർട്ട് ഫിലിം അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്തു. ആ സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു. കൈരളിയിൽ ഒരു സുരാജ് വെഞ്ഞാറമൂടും ഞാനും കൂടെ ചേർന്നിട്ടൊക്കെ. സിനിമ അപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഞാൻ അന്നൊക്കെ സിനിമ അറിയാമല്ലോ, സിനിമ ഒരു ഭയങ്കര വിദൂരമായിട്ടുള്ള ഒരു ഇതാണ്. ഇതുപോലെ അന്ന് ഇപ്പം എല്ലാവർക്കും സിനിമയിൽ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും സിനിമയിൽ വരാം. അന്ന് അങ്ങനെയല്ല, സിനിമയിൽ എത്തിപ്പെടാൻ വളരെ പാടുവാണ്. പക്ഷെ എനിക്ക് സിനിമ അങ്ങനെ ഒരു സിനിമ ന്യൂജന്റെ കയ്യിലെത്തിയതോടെ ആർക്ക് വേണോ അഭിനയിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഫ്ലെക്സിബിൾ ആണ്. വരുന്നവരല്ല നാളെ വരുന്നത്, അവർക്ക് പുതിയ പുതിയ മുഖങ്ങളാണ് വേണ്ടത്. അപ്പോൾ സിനിമ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ചിരുന്നു ഞാൻ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു പാഷനൊന്നുമില്ല, ഞാനൊരു സിനിമാ നടിയായി മാറും എന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈ ഗ്യാപ്പ് 10-12 വർഷം ഞാൻ നാടകവും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. കൊച്ചിനെയൊക്കെ നോക്കി. ഒരു 6ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ നാടകങ്ങൾ വീണ്ടും സക്കാറ മൈൻഡർ അവരിടയ്ക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെ വേണമെന്ന് ജ്യോതിഷ് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് ചെയ്തു. പിന്നെ വന്നതൊക്കെ ഷോർട്ട് ഫിലിംസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അങ്ങനെ എവിടെയോ വന്ന് സിനിമ ഇതാകി. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ചെയ്ത അന്താക്ഷരി, വിപിൻ ദാസിൻ്റെ അന്താക്ഷരിയാണ് ആദ്യം ചെയ്തത്. അതിലൊരു കുഞ്ഞൊരു സീന് വന്നു പോകുന്ന ഒരു സീന് ഞാൻ പോലും ഇതുവരെ കണ്ടിട്ടില്ല ആ സിനിമ. കാരണം ഞാൻ അത്രയും കുളമാക്കിയായിരിക്കും അത് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പിന്നെ അത് കഴിഞ്ഞാണ് ഫാലിമി വരുന്നത്. ഫാലിമിയാണോ ഏറ്റവും ശ്രദ്ധേയമായ ആദ്യത്തെ സിനിമ? അന്താക്ഷരി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഫാലിമിയാണ്. ഫാലിമിയാണ് പ്രേക്ഷകർക്കിടയിൽ റീന ഇന്ദ്രാണി എന്നുള്ള ഒരു നടിയെ പ്രസന്റ് ചെയ്തല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയാം. ഫാലിമി അങ്ങനെ എനിക്ക് ഓഡിഷനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇങ്ങനെ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരാളിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കസിൻ കണ്ണൻ ഇങ്ങനെ ബിനിലാൽ ഉണ്ണിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു, കണ്ണൻ്റെ അടുത്ത് സംസാരിച്ചു. കണ്ണൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയപ്പം ആ ഒരു ചെറിയൊരു ഇത് തന്നു, സ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ തന്നു. ഞാനങ്ങ് ചെയ്തു. അവിടുത്തെ ഒരു കിച്ചണിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. അത് ചേച്ചി അത് വെറുതെ പറഞ്ഞു. ഞാൻ അവിടുത്തെ കിച്ചണൊക്കെ അടുക്കളയുടെ സ്ലാബൊക്കെ തുടച്ച് അതൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞ് ഇത്ര തീയതിയാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. ഒരു സീനേ ഉള്ളൂ ഫാലിമിയിൽ എനിക്ക്. പക്ഷെ അത് എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ ക്ലിക്കായി. പൊട്ടക്കണ്ണ മാവി എറിഞ്ഞതുപോലെ അതങ്ങ് പോയി. മോയിന്ന് നേരത്തെ വന്നാ?
നേരവും കാലവും ഇല്ലാത്ത ജോലി ആയതുകൊണ്ട് കൊള്ളാം. വാട്സാപ്പിലുണ്ട് എവിടെ? അനക അന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങോട്ട് ഒരു അനക്കം പോലും ഇല്ല. എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവർ എൻ്റെ ഈയിടെ അവളത് ശ്രദ്ധിച്ചു കാണൂലെന്ന്. മാമി എന്തറിഞ്ഞിട്ടാണ്? എന്താന്ന്? ഓ, രണ്ട് നീല ശരിയില്ലല്ലേ കാര്യം. നീ മനസ്സിരുത്തി ഒന്ന് ബലമായിട്ട് ആലോചിച്ച്. രമേ, ഞാൻ ഇന്ന് ഇറങ്ങട്ടാ. മക്കളെ അമ്മ ബുദ്ധിമുട്ടിക്കല്ലേ മക്കളെ. മാമ ഞാൻ പോട്ടാ. അതേ തുടർന്നാണ് മറ്റ് സിനിമകളെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോൺ അബ്രഹാമിന്റെ ഒരു സിസ്റ്ററിന്റെ മോൻ ഒരു സിനിമ ചെയ്തു, കാദീശോ എന്ന് പറഞ്ഞു, ഒരു ആർട്ട് ഫിലിമാണ്. അത് 2 സ്ത്രീ കഥാപാത്രങ്ങളെ ഇതിലുള്ളൂ. നല്ലൊരു ഫിലിമാണ്. സിനിമയുടെ പേരെന്താ? കാദീശോ. കാദീശോ. ഫൗസിയ ഫാത്തിമ ആണ് ഇതിന്റെ ക്യാമറ ചെയ്തത്. അതിന്റെ വൈഫാണ്, പ്രദീപ് ചെറിയാനാണ് ഡയറക്ടർ. അത് ചെയ്തു. പിന്നെ കുറെ പിന്നെ ഫാലിമി കഴിഞ്ഞിട്ട് കൃഷാന്ത് ആവാസവ്യൂഹം കൃഷാന്ത് വിളിച്ചിട്ട് കൃഷാന്തിന്റെ വെബ് സീരീസ് ഇപ്പം അത് വന്നു സോണി ലിവിന്റെ. കൃഷാന്തിന്റെ വെബ് സീരീസ് സംഭവ വിവരണം 4 സംഘം. സംഭവ വിവരണം 4 സംഘം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് വെബ് സീരീസ് ആണ്, സിനിമയാണ്. വെബ് സീരീസ് ആണ്. സോണി ലിവ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു 4 പയ്യന്മാരുടെ കഥയാണ്. പിന്നെ ഒരു കൊച്ചു പയ്യന്റെ 4 സംഘം. അതിൽ ഞാൻ സഞ്ജുവിന്റെ അമ്മയായിട്ടാണ്, ഇന്ദ്രൻസ് ചേട്ടന്റെ വൈഫായിട്ടുമാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സിനിമ അങ്ങനെ അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് വ്യസന സമേതം ഇങ്ങനെ വ്യസന സമേതം വന്നു. വ്യസന സമേതം നമ്മുടെ ജോസേട്ടൻ ഇതുപോലെ എറണാകുളത്ത് എന്തോ വർക്കിന് പോയ സമയത്ത് ഇങ്ങനെ തിരുവനന്തപുരം ബേസ് ഈ പയ്യൻ വിപിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അല്ലല്ല, വിപിൻ എസ് പ്രൊഡ്യൂസറാണ് വിപിൻ ദാസ്. വിപിൻ ദാസിന്റെ അസോസിയേറ്റ് ആണ് ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ്. ഇത് അപ്പം അതിനിടയ്ക്ക് ഞാൻ വേറൊരു സിനിമ ചെയ്തു, ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ മിനി ഐജി ചെയ്ത ഒരു KSFDCക്ക് വേണ്ടിയിട്ട്. അപ്പം ബിബിൻ ഇത് വ്യസന സമേതം ജോസേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ബിബിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ബിബിൻ ഓൾറെഡി ഫാലിമി കണ്ടു ചേച്ചി, ഞാനത് ചേച്ചി കാസ്റ്റിങ്ങിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബിബിൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്ത് അന്ന് ബിബിൻ ദാസ് ആയിരുന്നില്ല പ്രൊഡക്ഷൻ, വേറെ പ്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ അത് ചേഞ്ചായി ബിബിൻ ദാസ് ആയി. അങ്ങനെ അപ്പോഴും അവർ ആ കാസ്റ്റിംഗ് ലിസ്റ്റിൽ അവർ പറയുന്നില്ല ഗിരിജ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേരെന്നൊന്നും പറയുന്നില്ല. ബിബിൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും സജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ, വേറെ ആക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് കാണാമെന്ന് പറഞ്ഞു. ചെന്ന് കാണാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് ഗിരിജ എന്നുള്ള ഒരു ക്യാരക്ടറാണ്, കുറച്ചൊരു ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു ഇതാവും എന്നൊരു ചെറിയ വേഷമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വ്യസന സമേതം വന്നപ്പോൾ നല്ല ഹിറ്റായി. അതിൽ 1-2 സീനിൽ മാത്രമാണ് താങ്കളുള്ളത്. പക്ഷേ ആ സിനിമ വന്നതോടുകൂടി ആ മറ്റേ അക്കാന്നൊക്കെ ഉള്ള വെളിയൊക്കെ ഭയങ്കര ഹിറ്റായി. നമ്മള് ഈ പഴയ ഒരു തിരുവനന്തപുരം സ്ലാങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ്, ചിരിയാണ്. പക്ഷെ അങ്ങനെ അല്ല, വേറെ തരത്തിൽ തിരുവനന്തപുരം ഭയങ്കര രസമുള്ള ഒരു സ്ലാങ് ആണ്. അത് നമ്മൾ ഇങ്ങനെ ഈ കോമഡി ഷോയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടത് ഇതാക്കുന്നത്. പണ്ട് മുതൽ 50 കൊല്ലം മുമ്പേ ജഗദീഷ് ശ്രീകുമാറൊക്കെ ഈ തിരുവനന്തപുരം സ്ലാങ് ഒരു കോമഡിയാക്കി മാറ്റിയത് കൊണ്ടായിരിക്കാം എല്ലാവരുടെ വിചാരം തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞ ആളുകൾ ചിരിക്കുന്നത് അല്ലേ, അങ്ങനെ ഒരു ധാരണ. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ പല പല പ്രദേശങ്ങളുണ്ട്, അവിടെ ഇവിടെ എല്ലാം ഓരോ സ്ലാങ് ആണ്. ഇപ്പൊ ആറ്റിങ്ങൽ ആ ഭാഗം ഒരു സ്ലാങ് ആണ് തിരുവനന്തപുരം, വെഞ്ഞാറമൂട് ഭാഗം വേറൊരു ഇതാണ്, നെയ്യാറ്റിൻകര വേറൊരു ഇതാണ്. അപ്പോൾ എല്ലാം ഓരോ സ്ഥലത്തെ ആ സ്ലാങ്ങിന് തന്നെ ഒരു സൗന്ദര്യമുണ്ട് വേറെ. തിരുവനന്തപുരം ഇത് നമ്മുടെ വ്യസന സമേതം ആറ്റിങ്ങൽ തോന്നക്കൽ ഭാഗത്ത്, തോന്നക്കലാണ്. ഈ വ്യസന സമേതത്തിൽ താങ്കൾ ഉൾപ്പെടെ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റ് പുതുമുഖങ്ങളായി, ഒരുപാട് സിനിമയിൽ അഭിനയിക്കാത്തവര്, പക്ഷെ അവരെല്ലാം വളരെ ഗംഭീരമായിട്ട് അഭിനയിക്കുകയും ആ അഭിനയം തന്നെയാണ് ആ സിനിമയുടെ ഒരു വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വന്നു പോയിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡയലോഗ്, ചെറിയ ഡയലോഗ് വരെ അവർ നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും നന്നായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സിനിമയുടെ മുമ്പ് ഇതിനു വേണ്ടി റിഹേഴ്സൽ
റിഹേഴ്സലോ അങ്ങനെ എന്തെങ്കിലും ക്യാമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു? ഓൺ ദി സ്പോട്ടാണ്? നേരത്തെ വർക്ക്ഷോപ്പ് ഇല്ല നമുക്കില്ലായിരുന്നു, മറ്റവർക്കും ഇല്ലായിരുന്നു, അങ്ങനെ ഇല്ലായിരുന്നു. ചെറിയ സിനിമയല്ലേ, 35 ദിവസം കൊണ്ട് ആ സിനിമ കഴിഞ്ഞു, ഷൂട്ടെല്ലാം കഴിഞ്ഞു. പിന്നെ അറിയപ്പെടുന്ന നടീനടന്മാരും വളരെ കുറവായിരുന്നു. അനശ്വര ഉണ്ടായിരുന്നു, ബൈജു ഉണ്ടായിരുന്നു, സിനിമാ നടൻ ബൈജു, ബൈജു, അസീസ് നെടുമങ്ങാട്, ഇവരൊക്കെയാണ് 3-4 പേരാണ് അറിയപ്പെടുന്നത്. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അതൊരു വൻ വിജയം തന്നെയാണ്. പിന്നെ നമ്മളൊരു കുടുംബം പോലെയായിരുന്നു അവിടെ. എല്ലാവരും ആ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? വെങ്ങാനൂര്. അവിടെ ഗ്രാമാന്തരീക്ഷത്തിൽ അല്ലേ? ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തില് വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഒരുപാട് അങ്ങ് ടേക്കുകളൊന്നും പോവാതെ വളരെ എളുപ്പം ചെയ്ത് തീർത്ത ഒരു സിനിമയാണ്. വിപിനാണ് എൻ്റെ ഡയറക്ടറും, വിപിൻ ദാസ് ആണ്. കഥയൊക്കെ ആരാണ്? വിപിൻ്റെ തന്നെയാണ്. സംവിധായകൻ തന്നെ. തോന്നക്കലാണ് വിപിൻ്റെ നാട്. അതിനുശേഷം പിന്നെ സിനിമയിലാണ് പിന്നെ അത് കഴിഞ്ഞ് അവരുടെ തന്നെ വിപിൻ ദാസിന്റെ തന്നെ വാഴ 2 ചെയ്ത് വന്നില്ല. ഷൂട്ടിംഗ് നല്ല കഥാപാത്രമാണ്. നല്ല കഥാപാത്രമാണ്. അതിൽ ഞാനൊരു കന്യാസ്ത്രീ ആയിട്ടാണ്, മദറായിട്ടാണ്. കന്യാസ്ത്രീക്ക് എന്തെങ്കിലും തമാശയ്ക്ക് അവസരമുണ്ടോ? ഇല്ല, പക്ക സീരിയസ് റോൾ. അതായത് ഇതുവരെ ചെയ്തു വന്ന കോമഡി റോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗൗരവമായിട്ടുള്ള ഒരു റോള് അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ശ്രീനാഥ് ബാസിയുടെ ഒരു സിനിമ കറക്കം എന്ന് പറഞ്ഞിട്ട്, സുഭാഷ് എന്ന് പറഞ്ഞിട്ട് ചാൾസ് എന്റർപ്രൈസസിന്റെ ഡയറക്ടർ സുഭാഷാണ് എൻ്റെ ഡയറക്ടർ. അത് വന്നില്ല ഒക്ടോബറിൽ. ഇന്നലെ ഒരു സിനിമ റിലീസായി, വത്സല ക്ലബ്ബ്, അനുഷ്മോ. അതില് നായകന്റെ അമ്മയാണ്. ഇതുപോലെ വ്യസനം പോലെ വ്യസന സമയത്ത് ഞാൻ അതില് വിനീത് തട്ടിലിന്റെ വൈഫാണ്. ഇതിന് ഒരു അമ്മ വേഷം. എനിക്കെപ്പോഴും എനിക്കിഷ്ടം ഒരു കുഞ്ഞു വേഷമാണെങ്കിൽ അതിൽ എന്തെങ്കിലും കോമഡി അല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിലെന്തെങ്കിലും ഒരു ചെറുത് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണ് ഈ 2 ക്ലിക്കായത്. ഈ കോമഡി റോളിൽ നിന്ന് ഈ സീരിയസ് ആയിട്ടുള്ള റോളിലേക്ക് വന്നപ്പോൾ എന്തോ തോന്നി? ഇപ്പം ലാസ്റ്റ് അഭിനയിച്ച സിനിമ സിസ്റ്ററിന്റെ റോളാണല്ലോ, അതൊരു ഗൗരവമായിട്ടുള്ള റോളല്ലേ? എനിക്ക് അങ്ങനെ കോമഡിയും സീരിയസും അങ്ങനെ ഇല്ല, എല്ലാം ചെയ്യാം അങ്ങനെയുള്ള ആഗ്രഹമാണ്. അങ്ങനെ കോമഡി തന്നെ എനിക്ക് തോന്നുന്നു കോമഡി കുറച്ചുകൂടെ എളുപ്പമാണ്. കോമഡി എളുപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് ഇറക്കില്ല, ഫ്ലോപ്പ് ആയി പോവും. നമ്മൾ അങ്ങനെ ഒരു ഇതില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് വരും. പിന്നെ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടൊക്കെയുള്ള വേഷമാണ് എനിക്ക് ഇഷ്ടം. ഈ ഇന്റർവ്യൂ മുഴുവൻ ഫുൾ ടൈം ഇരുന്ന് ചിരിച്ചോണ്ടിരുന്നു, എന്നിട്ട് പറഞ്ഞ എനിക്ക് ഭയങ്കര സീരിയസ് റോളാണ് ഇഷ്ടം. ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ എന്റെ നമ്പർ എന്തുണ്ടാ ചിരിയാണ്, കാരണം നമ്മൾ കൂടുതൽ സംസാരിക്കണ്ടല്ലോ. വേറെ ഞാനിപ്പോ കൗമുദിക്ക് വേണ്ടിയിട്ട് സിറ്റ്കോമാണത്, അത് ചെയ്യുന്നുണ്ട്. രാജേഷ് തലച്ചിറ, അളിയൻസിന്റെ ഡയറക്ടർ. എന്താണ് കഥാപാത്രം? ദുഷ്ടയായ അമ്മായി. അതൊക്കെ നമ്മൾ പൈസക്ക് വേണ്ടി ക്യാരക്ടർ മാറി മാറി വരും. അത് എല്ലാ വ്യാഴാഴ്ചകളിലും ടെലികാസ്റ്റ് ചെയ്യുന്നു. യൂട്യൂബിലാണ് അത് വരുന്നത്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ പോലും വിചാരിക്കുന്നില്ല. പുറത്തൊക്കെ ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ഇരുന്ന് പഴയ മംഗള മനോരമ വായിക്കുന്ന ആ ഒരു ഇത് കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇവര് യൂട്യൂബിലിട്ട് അപ്പൊ അവർക്ക് അതിലുള്ള എന്റെ ക്യാരക്ടറൊക്കെ കണ്ട ചിരിക്കും. മരുമോളെ ദ്രോഹിക്കുന്നതും മരുമോളെ ഉപദ്രവിക്കുന്ന അമ്മായിയമ്മ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ രസമാണത്, കാരണം അത് ഒരുപാട് ആൾക്കാരതെ ആസ്വദിച്ചത് കാണണമുണ്ട്. നമ്മളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. വന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടേ ഭയങ്കര അത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സിനിമയെന്ന് ആ ഒരു ഇതില്ല. പക്ഷെ ഇത് കുറച്ച് അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ച് ചാനലിനും കൂടെ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ അഭിനയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും റോള് അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് റീനയ്ക്ക് ആഗ്രഹമുണ്ടോ? സിനിമയാണോ നാടകമാണോ? സിനിമ. എന്തായാലും നാടകത്തിന് നമ്മളിപ്പോൾ കൈ കഴിഞ്ഞല്ലോ. സിനിമയിൽ എത്തിപ്പെടാനായിരുന്നല്ലോ ഇത്രയും നാള് പാട്. ഇപ്പൊ സിനിമ നമുക്ക് കരതലാമലകം പോലെ ആയല്ലോ. നാടകം ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. സിനിമയില് അങ്ങനെ സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ സീനിൽ വന്നു പോയാലും നല്ല ക്യാരക്ടേഴ്സ്, നമ്മൾ ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വരുമോ വരൂലേ എന്നുള്ള കാര്യം ബാക്കി ആൾക്കാരുടെ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ കയ്യിലാണ് ഇരിക്കുന്നത്.
ആഗ്രഹങ്ങളുണ്ട് ഒരുപാട്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പഞ്ച് മീഡിയ കേരളയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ അനുഭവങ്ങൾ പങ്കിട്ട റീന ഇന്ദ്രാണിക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി. പഞ്ച് മീഡിയയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.